ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് നമുക്ക് നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കാം. അപ്പം വീട്ടിൽ 2 ചേരുവകൾ വെച്ചാണ് ഞാനിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കിയേക്കുന്നത്. നല്ലൊരു ഡൈ ആണ് കേട്ടോ. നന്നായിട്ട് തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ നല്ല കറുത്ത് വരും കേട്ടോ. അപ്പം നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെയർ പാക്കാണിത്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പം കുറച്ച് വാടിയ കറിവേപ്പിലയാണ്. നല്ല നാടൻ കറിവേപ്പിലയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കിടന്ന് അങ്ങ് വാടിപ്പോവുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം എണ്ണ കാച്ചാനും ഹെയർ ഡൈ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതെടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് കറിവേപ്പില കൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അത്യാവശ്യത്തിന് മാത്രമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്കങ്ങനെ ചെയ്യാം. നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ചൂടാക്കിയിട്ടുണ്ട്. നല്ല പൊടിഞ്ഞ് വരുന്ന രീതിയിലൊന്ന് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. കറിവേപ്പില വീട്ടിലുള്ള 2 ചേരുവകളാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. പിന്നെ പൊടി ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ അന്നേരം പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കറിവേപ്പില ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാനൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. കറിവേപ്പിലയൊക്കെ ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പം ഓരോ ആവശ്യത്തിന് നമുക്കിത് കണക്ക് പാക്ക് ഉണ്ടാക്കാനൊക്കെ ഹെയർ ഡൈ പാക്ക് ഉണ്ടാക്കാനാണൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഞാൻ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴയുടെ ജെല്ല് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണ്. നമ്മളെ വീട്ടിലൊക്കെ കാണുമല്ലോ കറ്റാർവാഴ. ഇത് രണ്ടും നമ്മൾ നാടൻ രീതി ആയതുകൊണ്ട് ഒരിക്കലും കെമിക്കലൊന്നും ആവത്തില്ല. പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് തേക്കുമ്പോൾ നമുക്ക് കെമിക്കലിൻ്റെയൊക്കെ പേടി ഒക്കെ കാണുമല്ലേ. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധ പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് മുതിർന്നവർക്കൊക്കെ നല്ല നരച്ച മുടിയുള്ളവർക്കും മുതിർന്നവർക്കും എല്ലാം നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജെല്ല് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് കറിവേപ്പിലയും കറ്റാർവാഴയുമാണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയിലാണ് നമ്മളിപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇരുമ്പ് പാത്രം ഇല്ലെങ്കിൽ നമുക്ക് 2 തുരുമ്പ് പിടിച്ച് 2 നല്ല ഇരുമ്പിൻ്റെ ആണി ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതിപ്പം രാത്രിയാണ് ഞാൻ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. രാത്രി ചെയ്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ടാകും. മുടിക്കാണെങ്കിലും നല്ലൊരു ഹെയർ ഡൈ കൂടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ കൂടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നെല്ലിക്കാപ്പൊടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് നീലയമരിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നീലയമരി നെല്ലിക്കാപ്പൊടി നമുക്ക് ആയുർവേദ കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇത് രണ്ടും മേടിച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് കറുത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ രാത്രി ആയതുകൊണ്ട് ഇതെല്ലാം ചേർത്ത് വെച്ചേക്കുവാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല കറുത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കൂടെ നീലയമരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം.
ഇപ്പം മുടികളിലൊക്കെ നര വന്ന് തുടങ്ങിയവർക്കൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നരച്ച മുടി കാണുമ്പം എല്ലാവർക്കും ഒരു മടിയല്ലേ. അപ്പം അത് മറയ്ക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് പാക്കാക്കി ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാൻ. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇരുമ്പ് പാത്രത്തിലെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ഒന്ന് എടുത്ത് വെച്ച് നോക്കാം. അപ്പോഴത്തേക്കും നല്ല കറുത്ത വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ രാവിലെ നമുക്ക് നോക്കാം. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്, നല്ല കറുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാക്ക് ഡൈ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ തലമുടിയിൽ നല്ല എണ്ണമയമൊന്നും കാണാൻ പാടില്ല. നല്ലതുപോലെ തല തേച്ച് കഴുകിയതിന് ശേഷം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.